ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇതെൻ്റെ ടെറസ് ഗാർഡനിലെ സ്ട്രോബെറി ചെടികളാണ്. അപ്പോൾ സ്ട്രോബെറി ചെടികളൊക്കെ തന്നെ പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ തന്നെ എൻ്റെ തോട്ടത്തിലുള്ളത് കായ്കളൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറി ചെടി വളർത്തുന്നവർക്ക് ചെടി പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പൂക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വളമുണ്ട്. അതാണ് ഞാൻ എൻ്റെ ചെടിയൊക്കെ കൊടുക്കുന്നത്. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായാണ് സ്ട്രോബെറി ചെടി നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന് എങ്ങനെയാണ് മണ്ണൊരുക്കി നമുക്ക് വീട്ടിൽ നടേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണെടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടിയോ കോഴിവളമോ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റും ചേർക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് കോഴിവളമാണ്. ഒരു 4-5 മാസം പഴക്കമുള്ള കോഴിവളമാണിത്. കൂടെ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ എല്ലുപൊടി, ഇത് ഡോളോമൈറ്റ് ആണ്, പിന്നെ മണ്ണും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം മണ്ണ് നേരത്തെ തന്നെ കുമ്മായിട്ട് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഈ ഒരു വാട്ടർ കാനിൽ ഞാൻ മണ്ണെല്ലാം തന്നെ നിറച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 3/4 ഭാഗത്തിൽ കൂടുതൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിറച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നടാനുള്ള തൈകളൊക്കെ തന്നെ ഇതിൽ പറിച്ച് നടാവുന്നതാണ്. ഇതൊരു ഡിസ്പോസിബിൾ കപ്പിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രോബെറിയുടെ ചെടിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന തൈയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിലോട്ട് നടാം. സ്ട്രോബെറി ചെടിയെ ഡിസ്പോസിബിൾ കപ്പിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട് എപ്പോഴും മുകൾ ഭാഗത്ത് തന്നെയായിരിക്കണം. നമ്മൾ മണ്ണിലോട്ട് നട്ടാലും ഈ ഭാഗം എപ്പോഴും മുകളിൽ തന്നെ ആയിരിക്കണം. ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇത്രയും ഭാഗത്തായിട്ട് മണ്ണ് നടുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ അഴുകി പോകുന്നതാണ്. ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ മണ്ണിൽ ടച്ചായി കഴിഞ്ഞാൽ ഇതെല്ലാം അഴുകി പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് ചെടിയായാലും പറിച്ച് നടുമ്പോൾ നമ്മൾ വേരുകൾ മാത്രം മണ്ണിലോട്ട് വെച്ച് കൊടുത്താൽ മതി. ചുവട് ഭാഗം എപ്പോഴും മുകളിലായിരിക്കണം. അപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ നട്ടുകൊടുത്താൽ മാത്രം മതി. ചുവട് ഭാഗം എപ്പോഴും മുകൾ ഭാഗത്ത് തന്നെയായിരിക്കണം. കുഴിച്ച് നടേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നട്ടാൽ മതി. മണ്ണിൽ ഈർപ്പം നിലനിർത്താനും ചെടിയുടെ ചുവടൊന്ന് വരണ്ട് പോകാണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ പൊതയിലിട്ട് കൊടുക്കാം. അപ്പോൾ വെയിൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നമുക്ക് വെയിലത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ചുവട് ചിലപ്പോൾ വരണ്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈർപ്പം എല്ലാം തന്നെ പോകുന്നതാണ്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കരിയില കൊണ്ട് പൊതയിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇലകളൊന്നും മണ്ണിൽ ടച്ചാവത്തുമില്ല. ചെടി നല്ല കരുത്തോടു കൂടി വളരുകയും ചെയ്യും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വളപ്രയോഗം ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് മണ്ണൊക്കെ കുറച്ച് മാറ്റിയിട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ വളം ഇട്ട് കൊടുത്തിട്ട് മീതിയെ കൂടെ മണ്ണും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒത്തിരി വലിയ കണ്ടെയ്നറിൽ നടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ കണ്ടെയ്നറിൽ നട്ടാൽ മതി. ഇതിൻ്റെ വേരുകളൊക്കെ തന്നെ ഒത്തിരി ആഴത്തിൽ വളരുന്നതൊന്നുമല്ല. ചെടികളൊക്കെ പറിച്ച് നട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം തണലത്ത് വെച്ചിട്ട് പിന്നെ വെയിലത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ചെടി എന്ന് പറയുന്നത് അതിൻ്റെ വേരൊന്നും തന്നെ ഒന്നും പൊട്ടാണ്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നേരിട്ട് വെയിലത്ത് വെച്ചാൽ ഒന്നും തന്നെ പറ്റത്തില്ല. വേരുകളൊക്കെ തന്നെ ഇളകിയിട്ടാണ് നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ തണലത്ത് വെച്ചിട്ട് പിന്നെ വേണം 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ചാൽ മതിയാകും. നമ്മുടെ തോട്ടത്തിലെ ചെടികളിൽ നിന്ന് എങ്ങനെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ നട്ടിരിക്കുന്ന ചെടികളിൽ നിന്ന് ഇതുപോലെ ഇഴവള്ളികൾ പോവും, റണ്ണേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഓരോ തൈകളായിട്ടാണ് ഇത് പോകുന്നത്. വേരൊക്കെ കാണും. ഇങ്ങനെ നിറച്ച് തന്നെ ഓരോന്നും ഉണ്ടാകും. അപ്പോൾ ഒരു വള്ളിയിൽ നിന്ന് 6-7 ഒക്കെ ചെടികളൊക്കെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതിന് നമുക്ക് പുതിയ ചെടികൾ മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയ കണ്ടെയ്നറിൽ മണ്ണൊരുക്കിയതിന് ശേഷം ഈ ചെടിയെ ആ മണ്ണിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണ്ടെയ്നർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് കാണാൻ സാധിക്കും വേരുകളൊക്കെ തന്നെ വന്നിട്ട് ഇരിപ്പുണ്ട്. ഇതിനെ ഇങ്ങനെ മണ്ണിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതെല്ലാം തന്നെ വളരുന്നതാണ്. ഇതിൻ്റെ ചുവട് മുകൾ ഭാഗത്ത് തന്നെ ആയിരിക്കണം. ഇതിൽ വേരുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നട്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചെടി നമുക്ക് നോക്കാം. ഇതിൻ്റെ ചുവട്ടിൽ ചെറുതായിട്ടേ വേര് വന്നിട്ടുള്ളൂ.
അപ്പോൾ നമ്മൾ ഈ മണ്ണിലോട്ട് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്താൽ മാത്രം മതി. എങ്കിൽ ഈ ചെടിയിൽ നിന്ന് പിന്നെ വേരുകളൊക്കെ വന്നിട്ട് അത് പുതിയ ചെടികളായിട്ട് മാറുന്നതാണ്. ഇത്രയും മാത്രം മതി. ഇനി അത് വിട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈർക്കിൽ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2 ഈർക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അത് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. എപ്പോഴും ചുവട് ഭാഗം മുകൾ ഭാഗത്ത് തന്നെ ആയിരിക്കണം. മണ്ണിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അതിൽ നിന്ന് വേരുകളൊക്കെ തന്നെ ഇറങ്ങിക്കൊള്ളുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ചെടികളൊക്കെ തന്നെയും. ഇങ്ങനെ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്ന ചെടികളിലെന്ന് വെച്ചാൽ ഒരാഴ്ചയെ കഴിയുമ്പോൾ വേരെല്ലാം തന്നെ ഉറച്ച് വരും. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കുമ്പോഴേ അത് വേരുകളൊക്കെ തന്നെ വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ റണ്ണേഴ്സിൻ്റെ ഈ വള്ളീനെ മാതൃസസ്യത്തിൽ നിന്ന് വേർപെടുത്താൻ പാടുള്ളൂ. അല്ലാണ്ട് വെറുതെ വെച്ച് കൊടുത്തതിന് ശേഷം അതിനെ കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല. വേരുകളൊക്കെ തന്നെ വന്ന് നല്ല രീതിയിൽ അത് സ്ട്രോങ് ആയതിനു ശേഷം മാത്രം നമുക്ക് ഈ റണ്ണേഴ്സിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു റണ്ണറിന് തന്നെ ഒത്തിരി തന്നെ പ്ലാന്റുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെടി മാത്രം മതി നമുക്ക് വാങ്ങി നടാനായിട്ട്. അതിൽ നിന്ന് ഒരുപാട് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സ്ട്രോബെറി ചെടികളൊക്കെ ഒത്തിരി കാലം നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വളർന്നു വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട് ഭാഗം വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങി വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഹൈറ്റൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ചെടി പിന്നെയും നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതങ്ങ് അഴുകി പോകുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെറുതായിട്ട് വേരുകളൊക്കെ നമുക്ക് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെ മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് പുതിയ വേരുകളൊക്കെ ഇറങ്ങിയിട്ട് ചെടി നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അങ്ങ് ഉണങ്ങി പോകുന്നതാണ്. അപ്പോൾ ചുവടിൻ ഭാഗം എപ്പോഴും മുകൾ ഭാഗത്ത് വരത്തക്ക രീതിയിൽ നിർത്തിക്കൊണ്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇതുപോലെ ഇനി നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിലെ ചെടികളൊക്കെ തന്നെ നിൽപ്പുണ്ട്. ഒന്നും തന്നെ പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ഡിസംബറൊക്കെ കഴിഞ്ഞ് ജനുവരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് തണുപ്പുള്ള സമയമാണ്. അപ്പോഴാണ് നമുക്ക് ഈ ചെടികളൊക്കെ തന്നെ പൂക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്, അതിൻ്റെ തടത്തിൽ നമ്മൾ ഇതുപോലെ കുറച്ച് കുമ്മായി ഇട്ട് കൊടുക്കണം. വെള്ളം നനച്ചിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ വെള്ളം നനച്ചതിന് ശേഷം നമുക്കിതുപോലെ കുമ്മായം തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു കറണ്ടി എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ കുമ്മായം നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ചാണകപ്പൊടിയോ കോഴിവളമോ ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ തോട്ടത്തിലുള്ള എല്ലാ ചെടിയൊക്കെ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ശേഷം വളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എല്ലാം തന്നെ നല്ല രീതിയിൽ പൂക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് സ്ട്രോബെറിയുടെ തടത്തിലോട്ട് വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കൈവശമുള്ള വളം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ കോഴിവളമാണുള്ളത്. അപ്പോൾ കോഴിവളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തൂടി കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം. ഈ കോഴിവെള്ളം കവർ ചെയ്യത്തക്ക രീതിയിൽ മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാം. സ്ട്രോബെറി ചെടി നന്നായിട്ട് പൂക്കാനും കഴിക്കാനും വേണ്ടി കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് ഇതാണ്. പച്ച ചാണകം, കടലപ്പിണ്ണാക്കും ശർക്കരയും ചേർത്ത് 5 ദിവസം പുളിപ്പിച്ചെടുത്ത ഇതാണ്. അപ്പോൾ ഈ ലൈനി 1 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ 10 ഗ്ലാസ് വെള്ളം വെച്ച് നേർപ്പിച്ച് വേണം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് നേർപ്പിച്ചെടുത്തിട്ടുള്ള ലൈനിയാണ്. ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തടത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് സ്ട്രോബെറി ചെടിക്ക് മാത്രമല്ല നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ പച്ചക്കറി ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. ഇതിൽ ധാരാളം സൂക്ഷ്മാണുക്കളൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ട്രോബെറി പ്ലാന്റ്സിൻ്റെ ചുവടൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് കറണ്ടി വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ഒത്തിരി നാൾ നിൽക്കുന്നതാകുമ്പോൾ മണ്ണെല്ലാം തന്നെ കട്ടിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്താൽ ഇത് താഴോട്ടൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കറണ്ടി എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വളപ്രയോഗം ചെയ്യാം. അപ്പോൾ ഈ വളം എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു മാജിക് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
സ്ട്രോബെറി പ്ലാന്റ്സിന് നമുക്ക് പല പല കണ്ടെയ്നറിൽ വളർത്താവുന്നതാണ്. തൈകൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ചിരട്ടയൊക്കെ വെച്ചിട്ട് ചിരട്ടയ്ക്കകത്ത് നമുക്ക് വളർത്താൻ സാധിക്കും. ഇതിപ്പോൾ വളർന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അടപ്പിലാണ്. ഈ അടപ്പ് അവിടെ കിടന്ന് മണ്ണ് വീണ് കിടന്നപ്പോൾ അതിൽ ചെടി പൊടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പരിപാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ തന്നെ പൂക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പൂവെന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള പൂവാണ്, വെള്ള കളറിൽ. അപ്പോൾ ഈ പൂവ് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ കായ്കളായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഒരു കൊലയിൽ തന്നെ ഒരുപാട് പൂക്കളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഉണ്ട് ഒരു ചെടിയിൽ നിന്ന് വന്നിട്ടുള്ള പൂവെന്ന്. അപ്പോൾ അതൊക്കെ തന്നെ തണ്ട് സ്ട്രോബെറി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രോബെറി പഴങ്ങൾ മണ്ണിൽ ടച്ചായി കിടന്നാൽ എല്ലാം തന്നെ അഴുകി പോകുന്നതാണ്. അതുകൊണ്ട് മണ്ണിൽ മുട്ടാതെ നോക്കിയാൽ മതി. പിന്നെ പഴുത്ത് വരുമ്പോൾ ചെറിയ രീതിയിലൊരു കവർ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ പ്രാണികളൊന്നും കൊത്താണ്ട് കിട്ടും. അപ്പോൾ ഇത് കവർ ചെയ്യുന്ന ഇതിൽ ചെറിയ ഹോൾസൊക്കെ ഇട്ടിട്ട് വേണം കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. മൊത്തത്തിൽ സീലിംഗ് ആയിട്ടിരുന്നാൽ അവിഞ്ഞു പോകുന്നതുമാണ്. അപ്പോൾ പ്രാണിശല്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ നിൽക്കുന്നതാണ്. ഇത് പഴുത്ത് വരുമ്പോൾ മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒച്ച ഉണ്ടെങ്കിൽ ഒച്ച കഴിക്കും, മറ്റു പുഴുക്കളൊക്കെ തന്നെ ഭക്ഷിക്കുന്നതാണ്, നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പച്ചച്ചാണകം പുളിപ്പിച്ചതും കടലപ്പിണ്ണാക്കും ശർക്കരയും ചേർത്ത് പുളിപ്പിച്ച് നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്ട്രോബെറി പഴങ്ങളൊക്കെ നല്ല വലിപ്പം വയ്ക്കുന്നതാണ്. ഇത് സ്ട്രോബെറി ചെടിക്ക് മാത്രമല്ല മറ്റെല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കാവുന്ന ഒരു വളം കൂടിയാണ്. ഇതെൻ്റെ സ്ട്രോബെറി തോട്ടത്തിലെ ഒരു സ്ട്രോബെറി നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴാണ് കഴിക്കാനായിട്ട് രുചി. ഇത് നമ്മൾ ചെറുതായിട്ട് കളറടിക്കുമ്പോൾ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ പഴുക്കത്തില്ല, എല്ലാം അങ്ങ് ചീഞ്ഞ് പോകത്തേ ഉള്ളൂ, മധുരമൊന്നും കാണത്തില്ല, ഭയങ്കര പുളിപ്പായിരിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് പറിച്ച് ഉപയോഗിക്കുക. ഈ ചെടിയുടെ കീടനിയന്ത്രണ മാർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതിന് യാതൊരുവിധ കീടശല്യം കണ്ടുവരുന്നില്ല. അതുകൊണ്ട് ഒരു കീടനിയന്ത്രണ മാർഗ്ഗങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും കീടശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കി നമുക്ക് ചെടികളുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ വേപ്പെണ്ണ ഒരു 5 ml, വെളുത്തുള്ളി 1 കുടം ചതച്ചതിൻ്റെ നീരും സോപ്പ് സൊല്യൂഷൻ 2 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളൊക്കെ തന്നെ ഒന്ന് നനച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേപ്പെണ്ണ എല്ലാം തന്നെ ചെടികളുടെ ഇലകൾ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചെടികളെ ഒരു കീടങ്ങളും വന്ന് ആക്രമിക്കത്തില്ല. താരതമ്യേന കീടശല്യം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ചെടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി നോക്കുക. എൻ്റെ ടെറസ് ഗാർഡനിലെ വേറെ സൈഡിലിരിക്കുന്ന സ്ട്രോബെറിയുടെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഒത്തിരി സ്ട്രോബെറി പ്ലാന്റ്സ് ഒക്കെ തന്നെയുണ്ട്. കൃഷി സ്നേഹിക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്